ഹായ്, നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനൽ കുറേ നാളായിട്ട് ചത്ത് കിടക്കുവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എന്താ വീഡിയോ ഇടാത്തെ, മടി പിടിച്ചോ, എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മടി പിടിച്ചു. പിന്നെ സമയമില്ല. ഒന്നാമത്തെ റീസൺ സമയമില്ല എന്ന് വെച്ചാൽ നമുക്ക് 24 hours ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബിസിയാണ്. രാവിലെ ഞാൻ കോളേജിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ കോളേജിൽ പോവും. ഉച്ചയ്ക്ക് ശേഷം വേറെ ഒരു പ്രൊജക്റ്റിൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈവനിങ് രാത്രിയാണ്. അപ്പം രാത്രി അത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരുപാട് സമയമാവും. പിന്നെ UKG ഒരു മോളുണ്ട്, മോളെ പഠിപ്പിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ശരിക്കും നല്ല ബിസിയാണ്, ബിസി ലൈഫാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്, കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന്. പക്ഷെ പറ്റുന്നില്ല. എന്തായാലും ഞാൻ വിചാരിച്ചു, എന്തായാലും എനിക്ക് പ്രത്യേകിച്ചൊരു കണ്ടൻറ്റും കാര്യങ്ങളും ഒരേ കണ്ടൻറ്റിൽ തന്നെ, എന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് വീഡിയോസ് ചെയ്യാൻ, അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഞാൻ ഡെയിലി ലൈഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് വീഡിയോസ് ചെയ്യാം എന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നിങ്ങൾക്ക് കാണാനും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. അപ്പം ഇനി മുതൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന ദിവസം ഞാൻ അത് ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പ്ലാനിങ് എന്ന് വെച്ചാൽ, നമ്മളിവിടെ കോഴിക്കോടാണ് താമസിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, ഇങ്ങനെ ജോലി കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ വീട് ഷിഫ്റ്റ് ചെയ്തപ്പം എനിക്ക് ഒരുപാട് ചെടികളുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. കുറേ ചെടികൾ എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു. സ്ഥലപരിമിതി, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളും കൊണ്ട്. അപ്പം ഇവിടെ നമുക്ക് മുറ്റം ഒരുപാടുണ്ട്. ചെറിയ വീടാണ്, പക്ഷെ മുറ്റം ഒരുപാടുണ്ട്. ആ മുറ്റത്ത് കുറേ ചെടികൾ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പം ഞാൻ ഇന്ന് കുറച്ച് ചെടിച്ചട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ ഇൻഡോർ, നമ്മുടെ വീടിൻ്റെ ഉൾഭാഗം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സിറ്റ് ഔട്ട്, മെയിനായിട്ട് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ കുറച്ച് ചെറിയ പോട്ടുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്, സിറ്റ് ഔട്ടിൽ കുറച്ച് ചെടി വെക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ ചെടികൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ എന്താ, അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. SM സ്ട്രീറ്റിൽ നിന്ന് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഇങ്ങനെയുള്ള ചെടിച്ചട്ടികളൊക്കെ കിട്ടും. അപ്പം ഇന്ന് ഞാൻ പോയപ്പോൾ അങ്ങനെ ഈ പൈനാപ്പിൾ ടൈപ്പ് ചെടിച്ചട്ടി നല്ല ക്യൂട്ടായിട്ടില്ലേ, ഇങ്ങനത്തെ ഒരു 5 എണ്ണം വാങ്ങിച്ചു. പിന്നെ ഞാൻ കാണിച്ചു തരാം, വേറെ കുറച്ച് ടൈപ്പും കൂടി വാങ്ങിച്ചു. അപ്പം ഇതൊക്കെ നമുക്കിങ്ങനെ നല്ല ഭംഗിയായിട്ട് ചെറിയ ചെറിയ ചെടികളൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പം നമുക്കങ്ങനെ ചെയ്ത് നോക്കാം എന്തായാലും. ഓക്കെ. ചെടികൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഞാൻ സാധാരണ നഴ്സറിയിൽ നിന്ന് അങ്ങനെ ചെടികളൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ കൂടുതലും ഇവിടെ വയനാട്ടിൽ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ കുറേ ചെടികളുണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ കൊണ്ടുവരാറാണ്. ഇത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ചട്ടികൾ കണ്ടപ്പോൾ ഞാൻ മേടിച്ചതുകൊണ്ട് അതിൽ വയ്ക്കാൻ ചെറിയ കുറച്ച് ഐറ്റംസ് ഇതുപോലെ ഞാൻ വാങ്ങിയതാണ്. കാണിച്ചു തരാം. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് ആണ് കൂടുതലും. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ആ പൈനാപ്പിൾ പോട്ടിൽ വെച്ച് അടിപൊളിയാക്കാം. ഇതുണ്ടോ,
5 ചെടികളാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെയാണ് കേട്ടോ ചെടി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 5 പോട്ടുണ്ട് ഇവിടെ. ഇതുണ്ടോ, ഈ സൈഡിലൊരു വള്ളിച്ചെടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കയറി മേലെ എത്തിയിട്ടുണ്ട്. മേലേന്ന് ഞാൻ വള്ളിയൊന്നും കണക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് താഴോട്ട് തന്നെ ഇങ്ങനെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ വള്ളിയായിട്ട് കിടക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. അപ്പം ഈ ഒരു വള്ളിച്ചെടി വരുന്നതിൻ്റെ സൈഡിൽ നമ്മൾ 2 സിറ്റ് ഔട്ടിൻ്റെ അവിടെ 2 ചെയർ ഇട്ടിട്ടുണ്ട്. ചെറിയ സ്പേസേ ഉള്ളൂ. അപ്പോൾ ഈ സൈഡിൽ വെക്കാനാണ് ഈ ചട്ടികൾ ഞാൻ വാങ്ങിച്ചത്. അപ്പം കണ്ടോ, അപ്പോൾ ഇവിടെ നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പിടിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഓക്കെ, അപ്പം നമുക്ക് അവിടേക്ക് ചെടി വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതിന് ഹോൾസ് ഉണ്ട്, അപ്പം വെള്ളം അടിയിലോട്ട് ഇതിനുള്ളിൽ തന്നെ നിന്നോളും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതെടുത്ത് ഇടയ്ക്ക് കളഞ്ഞാൽ മതി. കണ്ടോ, ഇവിടെ എല്ലാം ചെടി വെച്ചിട്ടുണ്ട്. എല്ലാ പോട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ശരിക്കൊരു സെറാമിക് പോട്ട് പോലെ തന്നെ ഉണ്ട്. ഇത് പ്ലാസ്റ്റിക് പോട്ടാണെന്ന് നമുക്ക് തോന്നില്ല. ഡയറക്റ്റ് കണ്ടാലോ അതെ കേട്ടോ, നമ്മൾ തൊട്ട് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ശരിക്കും സെറാമിക് പോട്ട് വാങ്ങണമെങ്കിൽ നമുക്ക് നല്ല എമൗണ്ട് ആവും. ഇതാവുമ്പോൾ ചെറിയ റേറ്റിൽ നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ പൊടിയൊന്നും പിടിക്കാതെ എടുത്ത് തുടച്ച് നല്ല നീറ്റാക്കി വെച്ചാൽ മതി. അപ്പം ആ പണി കഴിഞ്ഞു. ഇനി ഇതൊന്നും ലാസ്റ്റ് എല്ലാ ചെടിയും വെച്ച് കഴിഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഇതിനകത്ത് വെക്കാനായിട്ട് ഞാനൊരു ചെടി വാങ്ങിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ, ഞാൻ ഈ ചെടി ഇവിടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഇങ്ങനെ, ഈ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല കേട്ടോ, ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പം അതിങ്ങനെ പടർന്ന് വരുമെന്നാണ് പറഞ്ഞത്. നോക്കാം എന്തായാലും. കുറച്ച് വെള്ളം ഇതിനൊഴിക്കാവുള്ളൂ. തൽക്കാലം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.